Now let's talk about one of the important stress that the plant is facing. ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഒന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ടി പോകുന്നത്. ഇറ്റ്സ് നൺ അതർ ദാൻ വാട്ടർ സ്ട്രെസ്. ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈവൻ നമ്മുടെ ഹ്യൂമൻസിലായാലും മറ്റ് ആനിമൽസിലായാലും വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. എവ്രി വൺ നോ ദാറ്റ്. ബൈ ദ വേ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് പ്ലാന്റിലെ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രെസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, yes, so one of the most common problems plant faces none other than water stress. So when a plant doesn't get enough water, ഒരു പ്ലാന്റിന് പൂർണ്ണമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ലെന്ന് വിചാരിക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ പ്രഷർ. ഇതിനൊരു ഇൻറ്റേർണൽ പ്രഷർ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ടർഗർ പ്രഷർ. എന്താ അതിൻ്റെ പേര്? ദാറ്റ് ഈസ് നോൺ ആസ് ടർഗർ പ്രഷർ. സോ ഇവിടെ ഒരു പുതിയൊരു പ്രഷർ അല്ല. യു പീപ്പിൾ ഓൾറെഡി നോ ദാറ്റ് ടർഗർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൈൻഡ് ഓഫ് എ പ്രഷർ ഇൻ വിച്ച് ഒരു പ്ലാന്റിൻ്റെ ഒരു സെല്ലാണിത് എങ്കിൽ ദിസ് ഈസ് എ പ്ലാന്റ് സെല്ലാണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്ലാന്റ് സെല്ലാണെന്ന് വിചാരിച്ചോ. അവരുടെ ഇൻറ്റേർണൽ സൊല്യൂഷനിൽ നിന്ന് സെൽ വോളിലേക്കുള്ള ഈ ഒരു പ്രഷറിനെയാണ് ദാറ്റ് വി ആർ കോൾ ദം ആസ് എന്ത്? Yes, that is turgor pressure. Okay, so when a plant doesn't get enough water, its internal pressure called this turgor pressure, ഈ പറയുന്ന turgor pressure will be start drops. അത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, കുറയാൻ വേണ്ടി തുടങ്ങും. So this pressure is what? എന്താ ഈ പ്രഷറിന് ഇമ്പോർട്ടൻറ്റ്? ദിസ് പ്രഷർ ഇസ് വാട്ട് കീപ് ദ പ്ലാന്റ് ഫേം ആൻഡ് അപ്രൈറ്റ്. അതായത് പ്ലാന്റിന് ആ ഒരു സ്ട്രോങ്ങും സ്റ്റിഫ്നെസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര താറിട്ട റോഡാണെങ്കിലും അതിലിങ്ങനെ പൊട്ടി മുളച്ചിട്ടൊരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റിനെ കാണാം. ഹൗ ഡസ് ഇറ്റ് പോസിബിൾ? ഈ ടർഗർ പ്രഷർ ഓരോ സെല്ലിലും ഉണ്ട്. പ്ലാന്റിൻ്റെ ഓരോ സെല്ലിലുമുള്ള ഈ ഒരു ടർഗർ പ്രഷറാണ് ദാറ്റ് മീൻ ലീഡ്സ് ടു ദെയർ ഫേംനെസ് ആൻഡ് അപ്രൈറ്റ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടർഗർ പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വെൻ ഇറ്റ്സ് ഡിക്രീസസ്, വാട്ട് ഹാപ്പൺ? ദ പ്ലാന്റ് ബിക്കം വെരി വീക്ക് ആൻഡ് ഡ്രൂപ്പി. അത് ഭയങ്കര ടയേർഡ് ആയതുപോലെ ആയിപ്പോൾ അല്ലേ. നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ. എന്താ സംഭവിക്കുക? നമുക്കൊന്നും പ്രോപ്പറായിട്ട് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ എനർജി പോകുന്നത് പോലെ ഇവിടെ ലോവർ ടർഗർ ഉണ്ടാവും. എപ്പോഴും വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയുന്ന സമയത്ത് ലോവർ ടർഗർ ഉണ്ടാകും. അപ്പോൾ ഈ ടർഗർ പ്രഷർ കുറയുന്ന സമയത്ത് പ്ലാന്റ് എന്തായിട്ട് മാറും? ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് ഭയങ്കര വീക്കായിട്ട് മാറും. പ്ലാന്റ് ബിക്കം വീക്ക് അല്ലേ. പ്ലാന്റ് ബിക്കം ഇറ്റ്സ് ബിക്കം വെരി വീക്ക്. അത് ഭയങ്കര വീക്കായിട്ട് മാറും. ഓക്കെ, സോ ലാക്ക് ഓഫ് വാട്ടർ കോസസ് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. യെസ്, അയൺ ടോക്സിറ്റി റൈസസ്. അതെന്താ സംഭവം? അയൺ ടോക്സിറ്റി റൈസസ്. എഗെയിൻ ലെറ്റ്സ് കൺസിഡർ എ സെൽ. ഒരു പ്ലാന്റ് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ വാട്ടറും ഉണ്ടാകും, അതുപോലെ തന്നെ അതിലെന്തുണ്ടാകും? കുറേ അയൺസും പ്രസൻ്റ് ആയിരിക്കും. സോ ആസ് ഐ ഓൾറെഡി ടോൾഡ്, ഇവിടെ എന്താ കണ്ടീഷൻ? ഈ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു വരികയാണ് അല്ലേ. യെസ്, വാട്ടറിൻ്റെ ലെവൽ ഇവിടെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്ത് സംഭവിക്കും? അയൺസ് മാത്രമായിട്ട് മാറി. ഒരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് അതിൽ നമ്മൾ കുറേ വെള്ളവും കുറച്ച് സോൾട്ടും ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ. ഇനി അനദർ ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് അതിൽ കുറച്ച് സോൾട്ടും ഇത്രയും മാത്രമാണ് വെള്ളമെങ്കിൽ ഹൗ ഡു വി ഫീൽ? ദിസ് ഈസ് വെരി കോൺസെൻട്രേറ്റഡ് അല്ലേ. ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെല്ലിൻ്റെ കേസിൽ പറയുകയാണെങ്കിലും എന്താ സംഭവിച്ചാൽ വാട്ടറിൻ്റെ എമൗണ്ട് കുറയാണ്. ലാക്ക് ഓഫ് വാട്ടർ ദാറ്റ് ഓൾസോ കോസസ് വാട്ട്? അയൺസ് ടു ബിക്കം more concentrated, which can make them toxic to the cell. And of course photosynthesisum ഇവിടെ എന്ത് ചെയ്യാണ്? സ്ലോ ഡൗൺ ചെയ്യാണ്. ബിക്കോസ് പ്ലാന്റ് കനോട്ട് ഫങ്ഷൻ നോർമലി വിത്തൗട്ട് വാട്ടർ. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ എന്ത് ചെയ്യാണ്? നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ദ ടർഗർ പ്രഷർ. വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ ഫോട്ടോസിന്തസിസ് ആണല്ലോ. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? Okay, so water deficit or simply insufficient water happens in most natural and agricultural areas. എല്ലായിടത്തും ഈ പ്രോബ്ലം നടക്കുന്നുണ്ട്. ദിസ് യൂഷ്വലി occurs because of periods without rainfall അല്ലേ. നമുക്ക് എന്ത് പറയാം? ഇവിടെ റെയിൻഫോൾ കുറയുന്ന സമയത്ത് പ്രോബ്ലമാണ് അല്ലേ. റെയിൻഫോൾ എന്ന് പറയുന്ന നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. റെയിൻഫോൾ പ്രോപ്പറായിട്ട് നമുക്ക്
കിട്ടിയില്ല എങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ എന്തായിരിക്കും, റെയിൻഫോൾ കുറഞ്ഞതായിരിക്കാം ഈ വാട്ടർ ഡെഫിസിറ്റിന് കാരണം അല്ലേ. അത് ചിലപ്പം യൂഷ്വലി നമുക്കറിയാം കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ റെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ മണ്ണൊക്കെ മീൻസ് നമ്മളെ വെള്ളിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോവും അല്ലേ. അപ്പോൾ ഇത് ഒരുപാട് നാളിങ്ങനെ എന്താ പറയുക തുടരെ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു എ കണ്ടീഷൻ, അത് നമ്മൾ എന്താ പറയുക, ഡ്രോട്ട് എന്ന് പറയും. സോ വാട്ട് എക്സാക്ട്ലി ഡ്രോട്ട് ഈസ് ബേസിക്കലി എ ലോങ് ഡ്രൈ പീരിയഡ് അല്ലേ, വളരെ ലോങ് ആയിട്ടുള്ളൊരു ഡ്രൈ പീരിയഡാണ് വേർ പ്ലാന്റ്സ് can't get the water they need. അവർക്ക് ആവശ്യമുള്ള വെള്ളം അവർക്ക് കിട്ടാത്തൊരവസ്ഥയാണ് എന്ത്, ഈ ഡ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള നമ്മളിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈ പീരിയഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. വളരെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈ പീരിയഡാണ് ഡ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so water shortage can affect the plant differently depend on their stage of growth. നമുക്കറിയാം, നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് പറയും, നമ്മൾ ചെറുപ്പകാലത്തിന് നമ്മൾ ഇങ്ങനെ ചൈൽഡ്ഹുഡാണ്, പിന്നെ നമ്മളിങ്ങനെ ടീനേജർ ആവുന്നു, അഡൽട്ട്ഹുഡ് ആവുന്നു, അതൊക്കെ നമ്മുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജാണ്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ അളവ് കുറയുന്നത് എഫക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ടാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട്, അതായത് ഇപ്പോൾ പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, വെജിറ്റേറ്റീവ് ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സ്റ്റേജും ഉണ്ട്. ഓക്കെ, വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഫേസ്ഡ് ആണ് ആദ്യം ഉണ്ടാവുക. എ പ്ലാന്റ് മേ സർവൈവ് വിത്ത് റിഡ്യൂസ്ഡ് ഹൈറ്റ് ഓർ ഫ്യൂവർ ലീവ്സ്, അങ്ങനെ ആയിരിക്കും അവർ ആ ഒരു ഭാഗത്ത് സർവൈവ് ചെയ്യാം. വളരുന്നല്ലേ ഉള്ളൂ, തൽക്കാലം എൻ്റെ ഗ്രോത്തൊക്കെ ഒന്ന് കുറക്കുക, എനിക്ക് കുറച്ച് ലീവ്സ് മതി എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അവർ പോകും. പക്ഷേ റിപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ റിപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൺ, റിപ്രൊഡക്റ്റീവ് ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സം കൈൻഡ് ഓഫ് ചേഞ്ചസ്, റൈറ്റ്. സോ വാട്ടർ സ്ട്രെസ് ക്യാൻ റിഡ്യൂസ്. ഇവിടെ അവർ എങ്ങനെ എഫക്റ്റ് ചെയ്യും, വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫ്ലവറിങ് ഇല്ലേ, പ്ലാന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലവറിങ്, ആ ഫ്ലവറിങ് കുറക്കും. ഓക്കെ, സീഡ് ഫോർമേഷൻ അതും കുറക്കും അല്ലേ. സീഡ് ഫോർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ജനറേഷൻ ഇല്ല അല്ലേ, ഫ്ലവർ ഇല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്തിലേക്കാണ് പോകുന്നത്, മേക്കിംഗ് ദം ഈവൻ മോർ ഹാംഫുൾ. സോ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിലേക്കാണ് പ്ലാന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെൻ പ്ലാന്റ് സെൽ ഡോണ്ട് ഗെറ്റ് ഇനഫ് വാട്ടർ, ദേ സ്റ്റാർട്ട് ലൂസിങ് വാട്ടർ ഫ്രം ഇൻസൈഡ്. അവരുടെ ശരീരത്തിന് ഉള്ളിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്തിട്ട് അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുക, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സോ ഡീഹൈഡ്രേഷൻ ഡിസ്ട്രപ്റ്റ് മെനി ബേസിക് പ്രോസസ് ഇൻസൈഡ് ദ സെൽ and makes iron even more concentrated. ഇങ്ങനെ അയൺസിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടി വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അയൺസിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടി വരികയാണല്ലേ. ദാറ്റ് മേ ലീഡ്സ് ടു വെരി വെരി ഡേഞ്ചർ കണ്ടീഷൻ. ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്, ഒരു ടോക്സിസിറ്റിയിലേക്ക് ആ ഒരു പ്ലാന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ വാട്ടർ ഡെഫിസിറ്റിന് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലേ. ഫിസിയോളജിക്കലി അവർ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. പല കണ്ടീഷൻസും പല ഫിസിയോളജിക്കൽ പ്രോസസ്സസും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. സോ വാട്ടർ ഡെഫിസിറ്റ് ഓൾസോ ട്രിഗർ ദ പ്ലാന്റ് ടു പ്രൊഡ്യൂസ് മോർ ആബ്സിസിക് ആസിഡ്. ഫൈറ്റോ ഹോർമോൺസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഫൈറ്റോ ഹോർമോൺസ് ആണ് ABA എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ആബ്സിസിക് ആസിഡ്. നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്തെങ്കിലും ഭയങ്കര ടെൻഷനിലേക്ക് പോകുമ്പം ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന കോർട്ടിസോൾ പോലെ, എഡ്രിനാലിൻ പോലെ, നോർ എഡ്രിനാലിൻ പോലെ ഈ പറയുന്ന ആബ്സിസിക് ആസിഡ് പ്ലാന്റിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു എന്താ പറയുക എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഒരാളാണ് ആബ്സിസിക് ആസിഡ്. സോ ഈ ഹോർമോൺ എന്ത് ചെയ്യും, പ്ലാന്റിനെ സിഗ്നലിങ് കൊടുക്കും. എപ്പോഴും വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ABA പെട്ടെന്ന് പോയി. ഇറ്റ്സ് ആക്ച്വലി ആൻ ഹോർമോൺ ദാറ്റ് സിഗ്നൽ ദ പ്ലാന്റ് ടു ക്ലോസ് ഇറ്റ് സ്റ്റൊമാറ്റോ ടു സേവ് ദ വാട്ടർ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ വിൽ ബി സ്റ്റാർട്ട് അവരെന്ത് ചെയ്യും, സ്റ്റൊമാറ്റോനെ ക്ലോസ് ചെയ്യും. ബട്ട് വെൻ സ്റ്റൊമാറ്റോ ക്ലോസ്
അവിടെയും പ്രോബ്ലമാണ്. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പീപ്പിൾ നോ ദാറ്റ് റൈറ്റ്. പീപ്പിൾ എന്തറിയാം നമുക്ക്, സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡ് ഷേപ്പ് ഇതുപോലെയുള്ള ഒരു സെല്ലാണ് അല്ലേ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലാണ്. ഇതിലൂടെയാണ് എന്ത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലേ. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഇതിലൂടെയാണ്. വി നോ ദാറ്റ് അല്ലേ. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഇതിലൂടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് റിഡ്യൂസ് ചെയ്യും, വിച്ച് മീൻസ് ഫോട്ടോസിന്തസിസ് ഓൾസോ ഗെറ്റ് ഇൻഹിബിറ്റഡ്. ഇവിടെ എന്താകും, ഫോട്ടോസിന്തസിസും എന്തായിട്ട് മാറും, ഇൻഹിബിറ്റഡ് ആയിട്ട് മാറും. സോ ഇതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ലൈക്ക് വി ക്യാൻ സേ ദാറ്റ് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും എന്തായിട്ട് മാറും, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും പ്രോബ്ലം വരും. മനസ്സിലായില്ലേ. ഇപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും പ്രോബ്ലം വരും. സോ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് എന്ത് കിട്ടില്ല, ദേ വോണ്ട് ഗെറ്റ് വാട്ട്, പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ആര് ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്, പ്ലാന്റ് ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, സോ ദർ ഈസ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്. വേറെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. വെൻ ദ പ്ലാന്റ് ഇസ് ഹൈഡ്രേറ്റഡ് ദ ടു ഫോട്ടോ സിസ്റ്റം ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, മറന്നു പോകരുത്, ഐ എം സോ സോറി. ദാറ്റ് ഈസ് ലെസ് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ ഫോട്ടോസിന്തസിസും അവിടെ കുറയാണ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം അൺകപ്പിൾഡ് ആണ്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ കുറയുന്നത്. Let's discuss, very important one. So when plant is dehydrated, two photosystems in chloroplast stop working in a coordinated manner. അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ഫോട്ടോസിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2. ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം. വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള 2 ഫോട്ടോസിസ്റ്റംസ് ഉണ്ട്. ഇവർക്ക് ബാധിക്കും. അവരൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയൊക്കെ പോകുമ്പം രണ്ട് ഇൻഡിവിജ്വൽ കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ 2 പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു കോർഡിനേറ്റഡ് മാനറിൽ പോകുന്ന ഒരാളായിരുന്നു ഈ 2 ഫോട്ടോസിസ്റ്റവും. ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ഇവർ നല്ല ഫ്രണ്ട്സായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന 2 ആളായിരുന്നു. ഇവർ ആ ഒരു കോർഡിനേഷൻ തകരാറിലാവും. സോ ദിസ് അൺകപ്ലിംഗ് കോസസ് ഫ്രീ ഇലക്ട്രോൺ ടു ബിൽഡപ്പ് ഇൻ ദ റിയാക്ഷൻ സെൻറ്റർ. നമുക്കറിയാം റിയാക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് റിയാക്ഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവർ തമ്മിൽ പ്രോബ്ലം വരുമ്പം ഈ ഒരു അൺകപ്ലിങ് കാരണം അവർ നല്ലൊരു കപ്പിളായിട്ട് നല്ല കോർഡിനേറ്റഡ് മാനറിൽ ഫോട്ടോസിന്തസിസ് കൊണ്ടുപോകുമായിരുന്നു. നമ്മുടെ സ്വന്തം ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം ഇവർ തമ്മിൽ പ്രശ്നമായില്ലേ, ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെട്ടു. സോ ഇതിൽ നിന്ന് എന്ത് പ്രോബ്ലം വരും, യെസ് വാട്ട് ഹാപ്പൺ, ഫ്രീ അയോൺസ് വരും അല്ലേ. ദിസ് അൺകപ്ലിംഗ് കോസസ് not free ions, free electrons to build up in the reaction center. So free ആയിട്ടുള്ള കിടക്കുന്ന, ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാണ്ട് കിടക്കുന്ന കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ടു ബിൽഡപ്പ്, അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എവിടത്തേക്കാ, ബിൽഡപ്പ് ഇൻ ദ റിയാക്ഷൻ സെൻറ്ററിൻ. ഈ പറയുന്ന ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ടുള്ള റിയാക്ഷൻ സെൻറ്റേഴ്സിൽ അവർ വന്നിട്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. So since this electron cannot transfer to NADP, they start reacting with oxygen. മനസ്സിലായോ. സാധാരണ രീതിയിൽ ഈ പറയുന്ന നമ്മുടെ സ്വന്തം ഇലക്ട്രോൺസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാം, അവർ NADPനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വന്നപ്പം അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൺ, എന്ത് സംഭവിക്കും ഇവിടെ, എന്ത് സംഭവിക്കും, യെസ് NADPനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഇലക്ട്രോൺ. അപ്പോൾ ഇവർ അവിടെ ബാക്കിയുള്ള നമ്മുടെ സ്വന്തം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, സോ ദിസ് ഇലക്ട്രോൺ അല്ലേ, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ദി സ്റ്റാർട്ട് റിയാക്ടിങ്. അവർ റിയാക്ഷൻ പോസിബിൾ ആക്കും. ആരുമായിട്ട്, റിയാക്ടിങ് വിത്ത് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കാൻ വേണ്ടി തുടങ്ങും ഇൻസൈഡ് ദ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. ഓക്കെ, സോ ദിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ്, ഇതിൽ നിന്നാണ് മക്കളെ എന്ത് ഫോം ചെയ്യുന്നത്, ROS ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ആ ഒരു റിയാക്ഷനിലൂടെ നമ്മുടെ ഓക്സിജൻ്റെ സ്വഭാവം മാറുകയാണ്. ഓക്സിജൻ വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ, യെസ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ROS, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്.
okay, which can damage the cell further. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ടർ സ്ട്രെസ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. വാട്ടർ സ്ട്രെസ്സ് മാത്രമല്ല വേറൊരു സ്ട്രെസ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ ബൈ ദ വേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇഫ് യു പീപ്പിൾ ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് ഡു ലെറ്റ് മി നോ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹയർ ലെവലിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു റിമെമ്പർ ആസ് വെൽ ആസ് നമുക്ക് ലിസൺ ചെയ്യാൻ വേണ്ടി തോന്നില്ല. സോ പ്ലീസ് ലെറ്റ് മി നോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ next one is salinity stress. Okay, now let's look at the another major environmental stress, that is salinity stress. Salinity stress എന്ന് പറഞ്ഞാൽ എന്താ? സാലിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ യു പീപ്പിൾ നോ ദാറ്റ് റൈറ്റ്. എന്താ സാലിനിറ്റി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് റിലേറ്റഡ് ടു സാൾട്ട് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. സംതിങ് റിലേറ്റഡ് ടു സാൾട്ട് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ സാലിനിറ്റി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സാൾട്ടിൻ്റെ ലെവൽ കൂടുക, സാൾട്ട് ലെവൽ കൂടുക സോയിലിൽ അല്ലേ. സാലിനിറ്റി സ്ട്രെസ് ഒക്കെ വെൻ ദ സാൾട്ട് ലെവൽ ഇൻ ദ സോയിൽ ബിക്കം ടു ഹൈ അല്ലേ, വല്ലാതെ അങ്ങ് കൂടുക. ഓക്കെ, ടു ഹൈ. സോ ദിസ് ഹാസ് ടു ഇഫക്ട്സ് ഓൺ ദ പ്ലാന്റ്. പ്ലാന്റിൽ രണ്ട് ഇഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. വാട്ട് ആർ ദേ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓസ്മോട്ടിക് ഇഫക്റ്റ് ആസ് വെൽ ആസ് സൈറ്റോടോക്സിക് ഇഫക്റ്റ്. ഓസ്മോസിന് ആവശ്യമായിട്ടുള്ള നടക്കുന്ന ഓസ്മോട്ടിക് ഇഫക്റ്റ് ആയാലും സൈറ്റോടോക്സിക് ഇഫക്റ്റ് ആയാലും ഈ രണ്ട് ഇഫക്റ്റിനും ആര് കാരണമാവും? യെസ്, സാൾട്ട്, ഹൈ ലെവൽ ഓഫ് സാൾട്ട് കാരണമാവും. യുനോ എന്തുകൊണ്ടത് ഇങ്ങനെ സോൾട്ടായിട്ട് മാറുന്നത്? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ടുഡേ around 20% of all irrigated land is already affected by high salinity. ഇങ്ങനെ കൂടി വരികയാണ്. ഏകദേശം 20% ഇറിഗേറ്റഡ് ആയിട്ടുള്ള ലാൻഡും ഈ പ്രശ്നത്തിലാണ് ഉള്ളത്. യെസ്, around 20% of all irrigated land is already affected by high salinity. വെള്ളത്തിൻ്റെ വർധനവ് കാരണം ഓൾറെഡി 20% ഇറിഗേറ്റഡ് ലാൻഡും എഫക്റ്റഡ് ആയിട്ടാണുള്ളത്. ഇതിൻ്റെ കാരണം എന്താ? മെയിൻലി ബിക്കോസ് ഓഫ് ഓവർ ഇറിഗേഷൻ. എന്തൊക്കെയായിരിക്കും കാരണം? ഓവർ ഇറിഗേഷനാണ്. ഒരുപാട് വെള്ളം അല്ലേ, ഒരുപാട് വെള്ളമുള്ളത് കൊണ്ട് ഓവർ ഇറിഗേഷൻ മുഖേന. മാത്രമല്ല വി ക്യാൻ സേ ദാറ്റ് പുവർ സോയിൽ ഡ്രെയിനേജ് അല്ലേ, പ്രോപ്പറായിട്ട് നല്ലൊരു സോയിലല്ല എങ്കിൽ പുവർ സോയിൽ ഡ്രെയിനേജിലേക്കും പോകും. സോ വെൻ ടു മച്ച് വാട്ടർ ഇസ് ആഡഡ് ആൻഡ് ദ സോയിൽ ഡസൻ ഡ്രെയിൻ പ്രോപ്പർലി അല്ലേ, അതിങ്ങനെ കൂടി വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് എന്ത് വരില്ല? ഡ്രെയിനേജിലേക്ക് പോകില്ല. സോയിൽ അക്യൂമുലേറ്റ് നിയർ ദ റൂട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പ്ലാന്റ് ടു ടേക്ക് അപ്പ് ദ വാട്ടർ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗത്ത് സോയിൽ വന്നു കഴിഞ്ഞാൽ. സാലിനിറ്റി സ്ട്രെസ്സ് ശരിക്കും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇസ് എ ഓസ്മോട്ടിക് സ്ട്രെസ്. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു അല്ലേ, ആദ്യം എങ്ങനെ വരും? ഓസ്മോട്ടിക് സ്ട്രെസ്സ് വരും. ഓസ്മോട്ടിക് സ്ട്രെസ്സ് വരും. സോ വിച്ച് റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് ദ വാട്ടർ ടു ദ പ്ലാന്റ്, കോസസ് വാട്ടർ ഡെഫിസിറ്റ്. ഇത് വാട്ടറിനെ എന്താക്കും? ഈ ഓസ്മോട്ടിക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി അല്ലേ, വാട്ടർ അവൈലബിലിറ്റി എന്ത് ചെയ്യും? ഒരു പ്ലാന്റിന് കുറഞ്ഞു വരും. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും? ഇറ്റ്സ് മേ ലീഡ്സ് ടു ദ വാട്ടർ ഡെഫിസിറ്റ്. അതെ, ഇതൊക്കെ എങ്ങോട്ടേക്ക് പോകും? ലാസ്റ്റ് വാട്ടർ ഡെഫിസിറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് അയൺ ഇഫക്റ്റാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ വാട്ടർ ഡെഫിസിറ്റിലേക്ക് നയിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക് അയൺ ഇഫക്റ്റ്. ഇതും ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. സ്പെസിഫിക് അയൺ ഇഫക്റ്റ് വേറെ ടോക്സിക് അയൺസ് ലൈക്ക് നമ്മുടെ സോഡിയം ഓക്കെ, അതുപോലെ തന്നെ ക്ലോറൈഡ് സോഡിയവും ക്ലോറൈഡും ഒക്കെ എന്താകും? അക്യൂമുലേറ്റ് ഇൻസൈഡ് ദ സെൽ. പ്ലാന്റിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ അതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആദ്യം പറഞ്ഞത് ഓസ്മോട്ടിക് സ്ട്രെസ്സാണ് വിച്ച് റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് ദ വാട്ടർ ടു ദ പ്ലാന്റ്, കോസ് വാട്ടർ ഡെഫിസിറ്റി. Second is the specific ion effect where toxic ions like sodium and chloride accumulate inside the plant. So these ions interfere their nutrient uptake. ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ് അല്ലേ, വെള്ളത്തിന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷൻ, ന്യൂട്രിയൻസിന് അപ്ടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ. ഇറ്റ് ക്യാൻ ബിക്കം എ ഹൈലി ടോക്സിക് ആയിട്ട് മാറും. ആവില്ലേ? ഇതൊരു ടോക്സിക് കണ്ടീഷനാണ്. അവർക്ക് ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ല, വാട്ടർ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ ഹൈലി ടോക്സിക് ടു സെല്ലാണ്.
ഓക്കെ, ഇനി അടുത്ത് പറയാണ്ട് പോകുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ വരുന്ന കാര്യമാണ്. പ്ലാന്റ് ഡിഫർ ഇൻ ദെയർ എബിലിറ്റി ടു ടോളറേറ്റ് സാൾട്ട്. വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് പറ്റും, ചില ആൾക്കാർക്ക് വലിയ വലിയ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂവി കാണുമെന്ന് വിചാരിച്ചു. ഹൊറർ മൂവീസ് ചില ആൾക്കാർക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും, ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പറഞ്ഞതുപോലെ തന്നെ പ്ലാന്റ്സ് ദാറ്റ് നാച്ചുറലി സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നാച്ചുറലി സർവൈവ് ഇൻ സാൾട്ട് എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. അവർക്ക് പറയുന്ന പേരാണെന്ത്? ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹാലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഹീറോസ് ആണ്. ദേ ക്യാൻ ഏബിൾ ടു സർവൈവ്, അല്ലേ? ദേ ക്യാൻ ഏബിൾ ടു സർവൈവ് ആൻഡ് സാൾട്ട് എൻവയോൺമെൻറ്റിൽ നല്ല അടിപൊളിയായിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ എം സോ സോറി, സാൾട്ട് എൻവയോൺമെൻറ്റ് ആണ്, സാൾട്ട് എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പം അതല്ലാണ്ട് വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ, ദ പ്ലാന്റ് ഡു നോട്ട് അഡോപ്റ്റഡ് ടു, അല്ലേ? ദാറ്റ് ഡു നോട്ട് അഡോപ്റ്റഡ് ടു, അല്ലേ? ഡു നോട്ട് അഡോപ്റ്റ്, അവർ അതിനായിട്ടുള്ള ആൾക്കാരെയല്ല, അഡാപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അഡാപ്റ്റഡ് ടു സാലിനിറ്റി എന്നുള്ള ആൾക്കാരാണ് ആര്? ഗ്ലൈക്കോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗ്ലൈക്കോഫൈറ്റ്സും ഹാലോഫൈറ്റ്സും ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരാൾക്കാരാണെന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇനി പിന്നീട് വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ സാൾട്ട് ലെവൽ ഡിനാച്ചർ ദ പ്രോട്ടീൻ ആൻഡ് ഡീസ്റ്റെബിലൈസ് ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും. ഓക്കെ, അതെന്ത് ചെയ്യും? മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കിടക്കുക. ആ ഫോൾഡിങ്ങിൽ ഉണ്ടായാലാണ് പ്രോട്ടീൻസ് എന്താവുക? ആക്റ്റീവ് ഫോമിൽ ഉണ്ടാവുക. ഈ ഫോൾഡിങ്സ് ഒക്കെ അവർ ഡീനാച്ചുറേറ്റ് ചെയ്യുക, അവരങ്ങനെ അല്ലാതാക്കുക, അവരെ മുറിച്ച് കളയുക, മെംബ്രെയിൻസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. എങ്ങനെയൊക്കെ ഉപദ്രവിക്കാണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ സാൾട്ട് ലെവൽ. ഇതൊക്കെ മേജർലി ഗ്ലൈക്കോഫൈറ്റ്സിനായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക കൂടുതലായിട്ട്. ഓക്കെ, സോ ദ പ്ലാന്റ് റെസ്പോൺസ് ടു സാലിനിറ്റി ഹാപ്പൻസ് ഇൻ 2 phases ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് റെസ്പോൺസ്. ഫസ്റ്റ് ഫേസ് ഇസ് എ ഫാസ്റ്റ് റെസ്പോൺസ് കോസ്ഡ് ബൈ ഹൈ ഓസ്മോട്ടിക് പ്രഷർ അറ്റ് ദ റൂട്ട് സോയിൽ ഇൻ്റർഫറൻസ്. ആദ്യത്തത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് സ്ട്രെസ്സില്ലേ, ഈ പറയുന്ന ഓസ്മോട്ടിക് സ്ട്രെസ്സ് അതെന്ത് ചെയ്യും? നമ്മുടെ റൂട്ടിൻ്റെയും സോയിലിൻ്റെയും ഇൻ്റർഫേസിൽ, റൂട്ട് സോയിൽ ഇൻ്റർഫേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ ഫേസ് വരുന്നത്. ലൈക്ക് നമുക്ക് പറയാണ്ടി പറ്റും വെരി ഫാസ്റ്റ് റെസ്പോൺസ് ആണത്. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് റെസ്പോൺസ്. ഓക്കെ, സോ ഇൻ ദിസ് സ്റ്റേജ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പ്ലാന്റ് റെഡ്യൂസസ് ദ ഷൂട്ട് ഗ്രോത്ത്. ഇവിടെ എന്ത് സംഭവിക്കും? അവിടെ ഷൂട്ടിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യും, ലീഫിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യും, ലാറ്ററൽ ബഡ് ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്. ഈവൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ലാറ്ററൽ ബഡ് ഫോർമേഷൻ. അതിനെ എന്ത് ചെയ്യും? ഫോർമേഷൻ ഈസ് ഓൾസോ ഇൻഹിബിറ്റഡ്. ഭയങ്കര പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഫസ്റ്റ് ഫേസിൽ വരുന്നതാണ്, ഫാസ്റ്റ് റെസ്പോൺസിൽ വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇൻഹിബിഷൻ ഓഫ് ദ ബഡ് ഫോർമേഷൻ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫേസ് ഇസ് സ്ലോവർ ആൻഡ് ബിഗിൻസ് വെൻ ടോക്സിക് ലെവൽ ഓഫ് സോഡിയം ആൻഡ് ക്ലോറൈഡ് അക്യൂമുലേറ്റിംഗ്. ഇത് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്, സ്ലോവർ ആണ്. ഓക്കെ, ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? സോഡിയം ആൻഡ് ക്ലോറൈഡ് അക്യൂമുലേറ്റ് ചെയ്യും, അല്ലേ? അക്യൂമുലേറ്റ് ചെയ്യും. എവിടെ അക്യൂമുലേറ്റ് ചെയ്യുക? എൻ ലീവ്സ്. അപ്പോഴാണ് ഇവരെ റെസ്പോൺസ് വരിക. ദാറ്റ് ഇസ് എ സെക്കൻഡ് ഫേസ് ആണ്. അറ്റ് ദിസ് പോയിൻറ്റ് ഫോട്ടോസിന്തസിസ് കുറയും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഫോട്ടോസിന്തസിസ് ഇൻഹിബിറ്റ് ആവും, ഫോട്ടോസിന്തസിസ് കുറയും, ആൻഡ് ബയോസിന്തറ്റിക് പ്രോസസ്സസ് സ്ലോ ഡൗൺ ചെയ്യും, ആൻഡ് ഓവറോൾ പ്ലാന്റ് ഗ്രോത്ത് എന്താകും? എഫക്റ്റ് ആവും. അവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ് ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ മേജറായിട്ട് ലാസ്റ്റ് പറഞ്ഞ 2 ഫേസ് ആലോചിച്ച് നോക്കുക. ഇത് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് വാട്ടർ ആയാലും സോൾട്ട് ആയാലൊക്കെ സംഭവം സെയിം തന്നെയാണ്, അവരുടെ ഫിസിയോളജിക്കൽ കണ്ടീഷനെ ബാധിക്കുന്നു. പക്ഷേ ഇതൊരു വലിയ ടോപ്പിക്കായിട്ട് തന്നെ HSST ആയാലും നെറ്റിനായാലും മറ്റ് എക്സാംസിനായാലും ഒക്കെ ചോദിക്കാറുള്ളത് കൊണ്ട് ഓരോ പോയിൻറ്റും പിക്ക് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ടു ലെറ്റ് മീ നോ. താങ്ക് യു.